എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡ് 161 എപ്പിസോഡാണ്. അതായത് ഈ ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ 11 വീഡിയോ ആണ്, പാർട്ട് 11. ഇതിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് 4 അധ്യായമാണ്. അതിന് ഡോക്ടർ ജോസഫ് മർഫി കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് മെൻ്റൽ ഹീലിങ്സ് ഇൻ ഏഷ്യൻ ടൈംസ്. മെൻ്റൽ ഹീലിങ്സ് എന്ന് വെച്ചാൽ ഹീലിംഗ്, മാനസികമായിട്ടുള്ള ചികിത്സ. ഓക്കെ, അത് ഇൻ ഏഷ്യൻ ടൈംസ്. ഏഷ്യൻ ടൈംസ് എന്ന് വെച്ചാൽ അക്കാലത്ത് 15ാമത്തെ നൂറ്റാണ്ടിൽ, 14ാമത്തെ നൂറ്റാണ്ടിൽ അപ്പോഴേ തൊട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറയാൻ പോയാൽ മനുഷ്യൻ്റെ തുടക്കം മുതലേ ഈ അസുഖങ്ങൾ വരുന്നതും അതിനെ ചികിത്സിക്കാനുള്ള മെത്തേഡുകൾ കണ്ടുപിടിക്കുന്നതും എല്ലാം ഉണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് MRI വന്നത്, ഇപ്പോഴാണ് CT സ്കാൻ ഉള്ളത്, അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മളെല്ലാം. അക്കാലത്തും ഉണ്ട്. എന്നുവെച്ചാലേ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ, പ്രാണികൾക്കും ഉണ്ട് അസുഖം, ചെടി കൊടികൾക്ക് അസുഖമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂച്ചയ്ക്ക് വയറ്റിന് അസുഖം ഉണ്ടെങ്കിൽ അത് തന്നെ കണ്ടുപിടിക്കും. അത് ഏത് MRI സ്കാനാണ് എടുക്കുന്നത്? അത് ചില രീതിയിലുള്ള പുല്ലുകളുണ്ട്. ആ പുല്ല് കഴിച്ചാൽ അതിന് വയറ്റിൻ്റെ അസുഖം മാറുമെന്ന് നല്ലപോലെ അറിയാം. അപ്പോൾ ആ പുല്ല് തേടി പിടിച്ച് കടിച്ച് തിന്നിരിക്കും അത്. ഓക്കെ, സോ ഈ ജീവനുള്ളവരെ, ഈ ദേഹമുള്ളവരെ അസുഖങ്ങളുണ്ട്. അസുഖങ്ങളെ ചികിത്സിക്കാനുള്ള പല പല മെത്തേഡ്സുകളുണ്ട്. അതെല്ലാം മനുഷ്യൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ അക്കാലത്ത് എങ്ങനെ ചെയ്തു, ഒരു 10 വർഷം 20 വർഷത്തിന് മുമ്പേ അല്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യൻ്റെ തുടക്കം തൊട്ടേ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ കണ്ടുപിടിച്ചു, രോഗങ്ങൾ വരുന്നു അത് എങ്ങനെ കണ്ടുപിടിച്ചു, അതിനെ എങ്ങനെ ചികിത്സിച്ചു. ഇപ്പം ആയുർവേദത്തിൻ്റെ റൂട്ട്, തുടക്കം, അല്ലെങ്കിൽ സിദ്ധവൈദ്യത്തിൻ്റെ തുടക്കം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്കറിയാവുന്നതൊന്നുമല്ല, ഡോക്ടർ ജോസഫ് മർഫി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ക്വിക്കായിട്ട് ഒരു റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഈ ലോകം ഒട്ടുക്ക്, ഇത് ചൈനയിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം അങ്ങനെയല്ല, ലോകം ഒട്ടുക്ക് കാലം തൊട്ടേ ഈ ഹീലിംഗ് പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ആൾക്കാർ. പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തുവാ? അതായത് പ്രീസ്റ്റ് ആൻഡ് ഹോളി മെൻ. ഈ പ്രീസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാ? ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം അമ്പലത്തിൽ നിൽക്കുന്നവന് മേൽശാന്തി എന്ന് പറയും, പൂജാരി എന്ന് പറയും. ചേർച്ചിലുള്ളവരെ ഫാദർ എന്ന് വിളിക്കും നമ്മൾ, ഇല്ലയോ? പക്ഷേ ഇംഗ്ലീഷിൽ ഒരു വാക്കേ ഉള്ളൂ എല്ലാവർക്കും ചേർത്ത്, പ്രീസ്റ്റ്. അപ്പം ഈ പൂജാരികളാവട്ടെ, ഈ പൂജ ചെയ്യുന്നവരാവട്ടെ, ചർച്ചിൽ ഉപദേശം കൊടുക്കുന്നവരാവട്ടെ, ഫാദേഴ്സ് ഉണ്ട്. അല്ലാതെയും ഹോളി മെൻ ഉണ്ട്. അതായത് അവർക്ക് ഏതോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവരുടെ അടുത്ത് പോയാൽ നമ്മളുടെ അസുഖം മാറും. അവരെയൊക്കെയാണ് നമ്മൾ പുനിതമായിട്ടുള്ള ആൾക്കാർ, പുനിത ആത്മാക്കൾ, ഹോളി മെൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരുപാട് പേരെ ഇങ്ങനെ ചികിത്സിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അക്കാലത്ത് എന്തോ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ പ്രീസ്റ്റ്, ഈ ഹോളി മെൻ, ഇവർക്കൊക്കെ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റായിട്ട് ഏതോ ഒരു പവർ ഗ്രഹിച്ചെടുക്കുന്നു, ആ പവർ കൊണ്ട് നമ്മളെ ചികിത്സിക്കുന്നു, നമ്മളുടെ രോഗം മാറുന്നു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു. അതുമാത്രമല്ല, വേറൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കണം. അക്കാലത്തും നല്ല പോപ്പുലേഷനാണ്. അപ്പം ഈ അനസ്തീസിയ ഇല്ല, ആൻറ്റിസെപ്റ്റിക് ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല. ജീവനോടെ ഒരുത്തൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അവൻ്റെ കയ്യെ വെട്ടി കീറി ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറയുമ്പം എത്ര വേദന അവർ സഹിച്ച് കാണും. ആൻറ്റിബയോട്ടിക് ഇല്ല. ഇക്കാലത്തെ ഒരു മരുന്നും അക്കാലത്തില്ല. എന്നിട്ടും ആളുകൾ സർവൈവ് ചെയ്തു, ഇല്ലേ? ഇപ്പോൾ ഈ World War I, World War II
അതുമാത്രമല്ല വേറെയും പല വാറുകളൊക്കെ നടക്കുമല്ലോ. എത്ര പേരുടെ കൈയും കാലും അവിടെ ഇവിടെ തുണ്ടിച്ച് അപ്പം റെസ്റ്റ് ഓഫ് ദ ലൈഫ്, ബാക്കിയുള്ള ജീവിതകാലം മുഴുക്ക് അതൊക്കെ ഇല്ലാതല്ലേ അവർ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അക്കാലത്തും ആൾക്കാർ ജീവിച്ചത്. ഓക്കെ, അപ്പം അതിന് ഇമ്പോർട്ടൻ്റ് വിഷയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ഹീലിംഗ് ഉള്ള, അതായത് അസുഖത്തിനെ മാറ്റിയെടുക്കാനുള്ള ഒരു മെത്തേഡ്. മരുന്ന് ഉള്ളി കഴിക്കുന്നു, വെളിയിൽ പുരട്ടുന്നു, അതിനു പുറമേ ഇതൊന്നും ചെയ്യാതെ തൊടാതെ അവർക്ക് ഏതോ ഒരു പവർ കൊണ്ട് അവരുടെ രോഗത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിന് ഒരു മെത്തേഡ്, ആ ഒരു മെത്തേഡിന് പേരാണ് ഹീലിംഗ്. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ല അക്കാലത്തും ഇപ്പോഴും നമ്മളുടെ ഇടയിൽ എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നു, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇത് രക്ഷ കെട്ടും, ഏലസ് കെട്ടും, മോതിരവിടും, അതിനകത്ത് ആനയുടെ വാലിൻ്റെ രോമമൊക്കെ വെച്ച് മോതിരം ചെയ്യും. പിന്നെ ചിലപ്പം മരിച്ചുപോയ ആൾക്കാരുടെ എല്ല് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കാര്യങ്ങൾ, അവരുപയോഗിച്ച കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് തലമുറയായിട്ട് കൈമാറി വരും. പിന്നെ ചിലരുടെയൊക്കെ പടങ്ങൾ, ഇപ്പോൾ ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ വയ്ക്കുന്ന പോലെ ചില പടങ്ങൾ. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ കൂടെ നമ്മുടെ ദേഹത്ത് ഒട്ടി വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന മുറിയിൽ വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിരുന്നാൽ, അതിനെ കാണുമ്പം ഇതൊക്കെ നമ്മളെ രോഗത്തിൽ നിന്ന് നമുക്ക് ഹീല് ചെയ്യും, നല്ല ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം പണ്ടേക്കാലത്ത് ഒരുപാടുണ്ടായിരുന്നു, ഇക്കാലത്തും ഉണ്ട്. ഇപ്പോൾ സമയം ശരിയല്ല, ജോത്സ്യൻ്റെ അടുത്ത് പോകുന്നു, സമയം ശരിയല്ല, ഞാൻ ഒരു ഏലസ് എഴുതി തരാം, ഇടുപ്പിൽ കെട്ടിക്കോ, അല്ലെങ്കിൽ ഞാൻ ഒരു രക്ഷ, നമ്മളെ ആൾക്കാർ പോയി അങ്ങോട്ട് ചോദിക്കുക, എനിക്കൊരു രക്ഷ കെട്ടണം, എനിക്ക് സമയം ശരിയല്ല. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അക്കാലത്തൊക്കെ ഇതേ ഉള്ളൂ. എന്താ വെച്ചാൽ വേറെ മെത്തേഡില്ല. അവിടെ വലിയ അക്കാലത്ത് ഹോസ്പിറ്റൽസും ഈ കണ്ണിനൊരു സ്പെഷ്യാലിറ്റി, കാതിനൊരു സ്പെഷ്യൽ ഡോക്ടർ, കൈക്കൊരു സ്പെഷ്യൽ ഡോക്ടർ, അങ്ങനെയൊന്നും അക്കാലത്ത് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഹീലിങ്ങിലാണ് അവർക്ക് ഒരുപാട് വിശ്വസിച്ചിരുന്നത്. അതുപോലെ അത് നടക്കുകയും ചെയ്തു. ഓക്കെ, അത് ബൈബിളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ചിലരുണ്ട് ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നതൊക്കെ അക്കാലത്തെ ഉള്ള ഒരു മെത്തേഡാണ്. ഹിപ്നോട്ടിസത്തിന് ഇനിയൊരു പേരാണ് മെസ്മെറിസം. അത് അവരുടെ മനസ്സിനെ മയക്കിയെടുത്ത് നമ്മൾ പറയുന്നത് പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഹിപ്നോട്ടിസം, മെസ്മെറിസം എല്ലാം ഒന്ന് തന്നെ. ഈ മെസ്മർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് ഈ ഹിപ്നോട്ടിസം മെത്തേഡിനെ കുറച്ച് പ്രാബല്യമാക്കി. അപ്പോൾ ആ മെത്തേഡിന് അങ്ങേരുടെ പേര് വെച്ച് മെസ്മർ, അതുകൊണ്ട് മെസ്മെറിസം എന്നൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഈ സജസ്റ്റീവ് മെത്തേഡ്സ്, അത് നമ്മൾ നേരത്തെ കണ്ടു. സജഷൻസ് വെച്ചാൽ നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഓട്ടോ സജഷനുണ്ട്, ഹെട്രോ സജഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ആൾക്കാരെ ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതൊരു മെത്തേഡ്. പിന്നെ ഈ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരങ്ങനെ വിടത്തില്ല. അതിന് പിന്നെ ഏതെങ്കിലുമൊക്കെ ഈ കഷായം, മരുന്ന്, അരച്ച് കലക്കിയത്, ലേഹ്യം, അതൊക്കെ അക്കാലത്തും കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഈ ഹിപ്നോട്ടിസം ചെയ്യുമ്പം തന്നെ അവിടെ എന്തുവാ സംഭവം നടക്കുന്നത്, അവിടെ എന്തുവാ സംഭവിക്കുന്നത്? ഒന്നുമല്ല. ഈ ഹിപ്നോട്ടിസത്തിൽ അവരെ ഡീപ്പ് സ്ലീപ്പിൽ കൊണ്ടുപോയിട്ട് ഓരോ സജഷൻ കൊടുക്കുന്നു ഡോക്ടർ. അപ്പോൾ അത് അവർ സത്യമെന്ന് വിചാരിക്കുന്നു. ശരി, ഒരു 10-20 പടിയുള്ള സ്റ്റെയർ കേസ് വഴി നിങ്ങൾ താഴെ ഇറങ്ങുന്നു. 19, 18, 17-ാമത്തെ പടി, 16-ാമത്തെ പടി, അങ്ങനെ 1-ാമത്തെ പടിയിൽ വന്നു, താഴെ ഇറങ്ങുന്നു. 20 പടിയുള്ള സ്റ്റെപ്പിൽ നിങ്ങൾ ഇറങ്ങി തീർന്നു. അതിന് പിന്നെ നിങ്ങൾ പോകുമ്പോൾ നല്ല ഒരു ഗാർഡൻ കാണുന്നു, നല്ല ഒരു തോട്ടം, അവിടെ പൂച്ചെടികളും എല്ലാം നിറച്ചുണ്ട്, ചിത്രശലഭങ്ങളും മറ്റ് പക്ഷികളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു. നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളവിടെ പോയി എത്തിപ്പെടുന്നത്. പിന്നെ അവിടെ ഒരു വെള്ള മാർബിളിൽ ഒരു സ്റ്റോൺ ബെഞ്ചുണ്ട്. ആ സ്റ്റോൺ ബെഞ്ചിൽ നിങ്ങൾ പോയി ഇരിക്കുന്നു.
ഇരുന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം, നമ്മൾ ഇത് അതിന് പിന്നെ ഇതാണ് ഹിപ്നോട്ടിക് മെത്തേഡ്. അപ്പോൾ ഈ ഹിപ്നോട്ടിസം ചെയ്തേ പിന്നീട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ കയ്യിലെടുക്കുന്നു. നമ്മളെന്ന് വെച്ചാൽ ഈ ഡോക്ടർ കയ്യിലെടുക്കുന്നു. പിന്നെ ആ ഡോക്ടർ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. പിന്നെ ആ ഡോക്ടർ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. അതായിട്ട് തന്നെ അവരങ്ങ് മാറും. അതിൻ്റെ പേരാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെസ്മറിസം. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സജസ്റ്റീവ് മെത്തേഡ്സ്, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചുമ്മാ വിടത്തില്ല. അതിൻ്റെ കൂടെ തന്നെ മരുന്നും കൊടുക്കും. മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അവർ രോഗം നീങ്ങി ഹെൽത്തി ആവും. അതാണ് മെത്തേഡ്. പിന്നെ ഇതിൽ ഇനിയൊരു മെത്തേഡ് ഉണ്ടായിരുന്നു അക്കാലത്ത്. അതിലെന്തുവാന്ന് വെച്ചാൽ ചില പൂജാ വിധികളും മുറകളും എല്ലാം അവർ ചെയ്യും. ചെയ്തിട്ട് നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലയോ, ഹാ ഹൂ ഹൂ ബട്ട് കുറേ ഭസ്മം എടുത്ത് മുഖത്തടിക്കും, അപ്പോഴത്തേക്ക് ശരിയാകും, അങ്ങനെയൊക്കെ. അപ്പോൾ അവർ അക്കാലത്തും ഇതുപോലെ കുറേ മിസ്റ്റീരിയസ് റൈറ്റ്സ് എന്നാണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. മിസ്റ്റീരിയസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കണ്ട് അല്ല, സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഒരുപാട് മാന്ത്രിക മുറയിൽ എല്ലാം ചെയ്തിട്ട് പറയുമെന്ന്, നിങ്ങൾ ഒരു നിങ്ങളുടെ ദൈവത്തിനെ ഉറക്കത്തിൽ കാണും. ഇന്ന് നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ തൊഴുന്ന ദൈവം, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആ ദൈവം നിങ്ങളുടെ സ്വപ്നത്തിൽ വരും. സ്വപ്നത്തിൽ വന്നാൽ നിങ്ങളുടെ രോഗം മാറും എന്ന് പറയും. അങ്ങനെ പറയുമ്പം ആളുകൾ അങ്ങനെയും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ അവർ രാത്രി അവരുടെ ദൈവത്തിനെ സ്വപ്നത്തിൽ കണ്ടിരിക്കും. അപ്പം ഏത് ദൈവമാണെന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള വിശ്വാസമാണ്. പക്ഷേ ആര് ഏത് ദൈവത്തിനെ വിളിക്കുന്നോ ആ ദൈവം അവർക്ക് അന്ന് പ്രത്യക്ഷമാകും. എവിടെ? ഉറക്കത്തിലാകുമ്പം അടുത്ത ദിവസം എണ്ണിക്കുമ്പോൾ അവർക്ക് ഹീലാകും, രോഗം മാറും, നേരെയാവും. ഇതൊരു മെത്തേഡ്. അപ്പം ഹിപ്നോട്ടിസം, ഈ മിസ്റ്റീരിയസ്, അതായത് അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിച്ച് ചെയ്ത്, തീയൊക്കെ വളർത്ത് ഹോമമൊക്കെ വളർക്കുന്ന പോലെയൊക്കെ കാണിച്ച് കുറേ ഭസ്മമൊക്കെ എടുത്തിട്ട് കുറേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഹാ മഹാ കാളി വാ അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ സിനിമയിൽ. അപ്പോൾ അതുപോലെയൊക്കെ കാണിച്ചിട്ട് ഇത് ചെയ്യുമ്പം അവർ വിശ്വസിക്കും. അന്ന് രാത്രി സ്വപ്നം കാണും, അവരുടെ ഇഷ്ടദൈവത്തിനെ സ്വപ്നം കാണും, അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോൾ പെർഫെക്റ്റ് ഹെൽത്ത്. ഇത് കുറേ നാൾ പണ്ടേ കാലത്ത് നടന്നുകൊണ്ടിരുന്നു. അപ്പം ഈ എല്ലാ കാലത്തും ഈ സ്റ്റോൺ ഏജ് എന്ന് പറയത്തില്ലേ, അക്കാലം തൊട്ടേ ഈ ഒരുപാട് ഈ അൺഒഫീഷ്യൽ ഹീലേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ, ഇപ്പോൾ MBBS 5 വർഷം പഠിക്കണം, 1 വർഷം ഹയർ സർജൻ ചെയ്യണം, പിന്നെ അവർക്ക് ഡിഗ്രി കിട്ടും MBBS. അത് ഒഫീഷ്യൽ. ഇത് അൺഒഫീഷ്യൽ എന്ന് വെച്ചാൽ അവിടെ ഡിഗ്രിയും ഇല്ല, പഠിക്കാനും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ചിലപ്പം പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയ അറിവായിരിക്കാം, ചിലപ്പം വേറെ ആർക്കെങ്കിലും പോയി പഠിച്ചെടുത്ത അറിവായിരിക്കാം, ചിലപ്പം ഇതൊന്നുമേ ഇല്ലാതെ സ്വയം അവർക്ക് ചില ശക്തികൾ അവർക്ക് കാണും, ചില സിദ്ധികൾ കിട്ടിക്കാണും. മെഡിറ്റേഷൻ കൊണ്ടോ അല്ലെങ്കിൽ പൂർവ്വജന്മ വാസന കൊണ്ടോ എന്തെങ്കിലുമൊക്കെ അവർ കിട്ടിയ. അപ്പോൾ ഇവരൊക്കെയാണ് അൺഒഫീഷ്യൽ ഹീലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും മറ്റവരെ ഹീൽ ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കാന ആൾക്കാരെ അവർ ഹീൽ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ അതുമാത്രമല്ല, ഹീൽ ചെയ്യുന്നത് മാത്രമല്ല, മെഡിക്കൽ സ്കില്ല് പറ്റൂല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഇവർ ഹീൽ ചെയ്തിട്ടുണ്ട്. അതാണ് അടിവരയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഓർക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു മെഡിക്കൽ ഡോക്ടർ, പഠിച്ച മെഡിക്കൽ ഡോക്ടർ, അക്കാലത്തും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഡോക്ടർ ചില ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇത് ഇൻക്യൂറബിൾ, ഇത് ചികിത്സിക്കാൻ പറ്റില്ല, ഇത് അത്രയ്ക്ക് മുറ്റിപ്പോയ ഒരു സ്റ്റേജാണ്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന കേസുകളെ ഈ അൺഒഫീഷ്യൽ ഹീലേഴ്സ് ഹീൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടുത്തെ. അപ്പം നമ്മൾ ഇതിലൊക്കെ ഇത്രയൊക്കെ എക്സാമ്പിൾ പറയുന്നത് ചുറ്റി വളച്ച് പറയുന്നതാണ്. അതിൽ നേരെ ഒരു പോയിന്റിലാണ് പോകുന്നത്. ഈ പോയിൻ്റ് എന്തുവാ? എല്ലാ എക്സാമ്പിളും പോയിൻറ്റിങ് അറ്റ് വൺ പോയിൻ്റ്. അതെന്തുവാ?
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ ഹീലിംഗ് എല്ലാം നടക്കുന്നത് എങ്ങനെ? സബ് കോൺഷ്യസിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് നടക്കുന്നത്. ഇൻ്റർഫിയറൻസ് എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ 2-3 വാക്കുകൾ ഞാൻ എപ്പോഴും ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ നിങ്ങളും ഉച്ചരിച്ചുകൊണ്ടിരിക്കണം. എന്തുവാ? ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്. ഓർക്കണം, ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പം ഇത് രണ്ടും ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എക്സ്ട്രാordinary പവറാണ്. ഓർഡിനറി അല്ല, എക്സ്ട്രാordinary പവർ. അതുമാത്രമല്ല, ശരി, സബ് കോൺഷ്യസ് മൈൻഡിന് എക്സ്ട്രാordinary പവറുണ്ട്, സമ്മതിച്ചു. അത് മാത്രമല്ല ഈ പേഷ്യൻ്റില്ലേ, രോഗി, ഈ രോഗിക്ക് ഒരു ബ്ലൈൻഡ് ബിലീഫ് ഉണ്ട്. ബ്ലൈൻഡ് ബിലീഫ് എന്ന് വെച്ചാൽ എന്തുവാ? വിശ്വാസം. ബ്ലൈൻഡ് ബിലീഫ് എന്ന് വെച്ചാൽ എന്തുവാ? കണ്ണടച്ച ഒരു വിശ്വാസം. അതിന് സയൻസ് ഇല്ല, കാൽക്കുലേഷൻ ഇല്ല, എക്സ്പ്ലനേഷൻ ഇല്ല, അതിന് ഒരു വിശദീകരണമില്ല, ഒരു സയൻറ്റിഫിക് മെത്തേഡും അതിനകത്ത് വരത്തില്ല. കണ്ണടച്ച ഒരു വിശ്വാസം. ആ കണ്ണടച്ചുകൊണ്ടുള്ള വിശ്വാസം ആ രോഗിക്കുണ്ടെങ്കിൽ ഈ ഹീലർ വന്ന് ഹീൽ ചെയ്യുമ്പം അവർ 100% ഗുണമാകുന്നു, രോഗങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടിയ ഒരു വിഷയം. ഓക്കെ, അപ്പം ഹീലിംഗ് പവർ ഓഫ് ദി സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് മാത്രം പോരല്ലോ. ആ പേഷ്യൻറ്റിന്, രോഗിക്ക് ഈ ബിലീഫ് വേണം, വിശ്വാസം വേണം. അത് എങ്ങനത്തെ വിശ്വാസം? ഇങ്ങനെ വന്ന് ചെയ്ത് 50-50, നോ 50-50 സ്റ്റോറി. ഈ 50 നടന്നാൽ നടക്കും, നടന്നില്ലെങ്കിൽ ഇല്ല, നമ്മൾ രണ്ടിനും തയ്യാറാകുക. അങ്ങനത്തെ സംസാരമേ പാടില്ല. 100% ബിലീഫ്. അതാണ്. അതുമാത്രമല്ല, അതിനകത്ത് സയൻസ് ഇല്ല, ഒന്നുമില്ല. കണ്ണടച്ച ഒരു വിശ്വാസം. ഓക്കെ, കണ്ണടച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസം, അതാണ് ബ്ലൈൻഡ് ബിലീഫ്. അത് ആ രോഗിക്ക് വേണം. ഓക്കെ, അപ്പോഴേ അവന് നേരെ ആവത്തുള്ളൂ. അതുമാത്രമല്ല, ഈ ഗുഡ് ഹെൽത്ത്, അതായത് ദേഹ ആരോഗ്യം, നല്ല ആരോഗ്യം വേണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആർക്കെങ്കിലും ഇല്ല, ഞാൻ കഷ്ടപ്പെടാം, ഈ ജന്മം പൂരാം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നരകിച്ച് തന്നെ ഞാൻ ജീവിച്ചോളാം, സാരമില്ല, ഐ എം ഓൾ റൈറ്റ്. ആരെങ്കിലും പറയുമോ? ആരെങ്കിലും? ഒരു കുഞ്ഞും പറയത്തില്ല. എനിക്ക് ഹാപ്പി ആയിരിക്കണം, എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം. അതാ ഞാൻ പറയുന്നത്. എപ്പോഴുമേ ഞാൻ വിചാരിക്കും, ഈ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് ആരോ പറഞ്ഞു വെച്ചിട്ട് പോയി. അതൊരു പഴഞ്ചൊല്ലാണ്, ഒരു പ്രോവർബാണ്. അതിൽ എല്ലാ സത്യവും അതിനകത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യവുമാണ്, ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നുമേയില്ല. കോടികൾ ബാങ്ക് ഡെപ്പോസിറ്റ് കാണും, കോടികൾ ചിലപ്പം വീട്ടിൽ വെച്ച് കാണും, കുറേ ആഭരണങ്ങൾ, കിലോ കണക്കിന് ആഭരണങ്ങളാകും, 10 കാറ് കാണും, 4 വീട് കാണും. ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരു നേരം മനസമാധാനത്തോടെ കഞ്ഞി കുടിക്കാൻ വയ്യെങ്കിൽ പിന്നെ ഇത്രയും ഇരുന്നിട്ട് എന്ത് പ്രയോജനം? അപ്പം എല്ലാ വെൽത്തിലും ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്താണ്, ദേഹത്തിൻ്റെ ആരോഗ്യമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. ഓക്കെ, പിന്നെ ഇതിൽ ബിബ്ലിക്കൽ അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ എന്തുവാ? ഈ വിഷയങ്ങളെല്ലാം ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ബൈബിളിൽ പറഞ്ഞതൊന്നും ചുമ്മാതെ കളിക്കൊന്നും എഴുതി ചേർത്തതല്ല. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും കൽപ്പനാശക്തിയേറ്റ പോലെ എഴുതിയതല്ല. ബൈബിളിൽ എഴുതിയതെല്ലാം സത്യമാണ്, നടന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ വിശ്വസിച്ചേ പറ്റും. അങ്ങനെ ബൈബിളിൽ എന്തുവാണോ പറയുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ബൈബിളിൽ അവർ പറയുന്നത്, നമ്മൾ അതായത് നമ്മളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ പോലും. ഇത് നമ്മൾ യൂട്യൂബിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്, അഫർമേഷൻ ടെക്നിക്സ്, വിഷ്വലൈസേഷൻ ടെക്നിക്സ് എന്ന് ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്.
അതിൽ ഒരു കൂട്ടർ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, പണ്ട് ഞാനും അതൊക്കെ കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് നടന്ന് കഴിഞ്ഞതായിട്ട് നമ്മൾ പറയണം. പറഞ്ഞിട്ട് അതിന് നന്ദി പറയുക. തിങ്ക് ദാറ്റ് ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്, എല്ലാം നടന്നു. അതായത് ഇപ്പം എനിക്ക് അസുഖമുണ്ട്, അത് നേരെയായി, ഞാനിപ്പോൾ 100% ഹെൽത്തിയാണ് എന്നുള്ള ഒരു അസുഖം സഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ബോഡിയിലേ സഫറിങ് ഉണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ മനസ്സിൽ നമ്മൾ എന്തുവാ ചിന്തിക്കേണ്ടത്? ഐ എം ഓൾ റൈറ്റ്, എൻ്റെ ഈ അസുഖമെല്ലാം മാറി, ഐ എം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് എന്ന് വിചാരിക്കണം. ഓൾറെഡി അക്കംപ്ലിഷ്ഡ് ആൻഡ് ഫുൾഫിൽഡ്, എല്ലാം നടന്ന് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇരുന്നാൽ അത് തന്നെത്താനേ നടക്കും. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ അല്ല ഈ യൂട്യൂബുകാരൊക്കെ അങ്ങനെയും പറയുന്നത്. അതൊരു മെത്തേഡാണ്. അപ്പം ബൈബിളിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരും അത് ഫോളോ ചെയ്യുന്നത്. അവർക്കും ഒരുപാട് സക്സസ് റേറ്റ് ഉണ്ട്. ഓക്കെ, അതൊന്ന്. പിന്നെ അപ്പം എന്തുവാ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ഒരു വിചാരം, നമ്മളുടെ ഒരു തോട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്ലാൻ എത്രയ്ക്ക് സത്യമായിട്ട് നടക്കുന്നോ അത്രയും സത്യമായിട്ട് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസ് ചെയ്യുക മനസ്സിൽ രൂപീകരിക്കണം. ഓക്കെ, ഇമാജിനേഷൻ എന്ന് പറയുന്നത് എന്തുവാ? കൽപ്പനയിൽ വരുന്നത്, കൽപ്പനാശക്തിക്കേറ്റ പോലെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അത് സത്യമായിട്ടും അങ്ങനെ തന്നെ വേണമെന്നില്ല. ഇപ്പം ഒരു റോസായിട്ട് തന്നെ ഇരിക്കുന്നു, പക്ഷേ അതിനെ വേറെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൽപ്പന ചെയ്ത് ഉണ്ടാക്കാം. അത് പക്ഷേ കൽപ്പനാ ലോകത്തിലെ അങ്ങനെ ഒരു റോസ് കാണത്തുള്ളൂ, റിയാലിറ്റിയിൽ അങ്ങനെ ഒരു റോസ് ഇല്ല. ഓക്കെ, സോ ഇമാജിനേഷൻ പ്രകാരം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്ത് വെച്ചേക്കാം മനസ്സിൽ. ഓക്കെ, പക്ഷേ അത് ആസ് റിയൽ ആസ് പോസിബിൾ, എത്രയ്ക്ക് സത്യത്തിനോട് ഒട്ടിയിരിക്കുന്നോ അത്രയ്ക്ക് നല്ലത്. ഇപ്പം ഇത് എൻ്റെ കൈ, ഈ കൈ എനിക്കിപ്പം ഉണ്ട് എന്നുള്ളത് എത്രയ്ക്ക് സത്യമോ അത്രയ്ക്ക് എൻ്റെ ഉറച്ച വിശ്വാസം അത് സത്യമാണ് എന്നുള്ള വിശ്വാസം വേണം. അതൊരു പോയിൻറ്റ്. പിന്നെ അത് സത്യമല്ല എന്ന് പറയാനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് അതിനെ മാറ്റിയെടുക്കുക. ഓക്കെ, ഇപ്പം ഈ ബുക്ക്, ഇത് ഈ ബ്ലൂ കവറുണ്ട്. ഇപ്പം ഇതിനെ എനിക്ക് വെള്ളയെന്ന് വിചാരിക്കണം. അപ്പം ഇത് വെള്ളയാണെന്ന് വിചാരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളെയും അതിൽ നിന്ന് മാറ്റിയെടുക്കണം. എലിമിനേറ്റ് എന്ന് വെച്ചാൽ അതല്ലാതെ രീതിയിലുള്ള പോയിൻറ്റ്സുകളെല്ലാം നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് നീല കളർ കവറാണ്, ഇത് ഡാർക്ക് ബ്ലൂ ആകാം, ഇത് ബ്ലാക്ക് ആകാം, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ബ്ലൂ എന്ന് വെച്ചാൽ ബ്ലൂ, വൈറ്റ് എന്ന് വെച്ചാൽ വൈറ്റ്. അതിൽ വേറെ ചാഞ്ചാട്ടമില്ല, മനസ്സിൽ വേറെ ഒരു ചഞ്ചലമില്ല. അങ്ങനത്തെ ഉറച്ച ഒരു വിശ്വാസം വേണം. അപ്പോൾ ബാക്കി എല്ലാ കളറിനെയും നമ്മുടെ മനസ്സിൽ നിന്ന് തൽക്കാലം എടുത്ത് മാറ്റുക. ഓക്കെ, അതൊന്ന്. പിന്നെ ഇങ്ങനെ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നു, അത് നേരത്തെ പറഞ്ഞ പോലെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള തറയിൽ നമ്മൾ ഒരു വിത്തായിട്ട് അതിനെ ഇട്ടിട്ട് അതിനെ മറന്നുകളാം. അതിന് വെള്ളമൊഴിക്കുക എല്ലാം ചെയ്യും. പക്ഷേ അത് എന്ന് ചെടിയാകും, എന്ന് മരമാകും, അത് പൂക്കും, അത് കായ്ക്കും എന്നുള്ള ആകാംക്ഷയിൽ അതിനെ നോണ്ടി നോക്കുക. അതിന് വേര് വന്നോ ആദ്യത്തെ ഇല വന്നോ അങ്ങനൊന്നും ചെയ്യണ്ട. നല്ല ഉറച്ച ഒരു വിശ്വാസം നമ്മൾ വിചാരിച്ച് തോട്ടിലിട്ടിട്ട് അങ്ങ് വിട്ടേക്കുക. അത് തന്നെത്താനെ നമ്മളുടെ ഉപബോധ മനസ്സിൽ പോയി അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ടെക്നിക്സ്. അപ്പം അതുമാത്രമല്ല, ജീസസ് എത്രയോ പേരെ അവരുടെ അസുഖങ്ങളിൽ നിന്ന് മാറ്റിയെടുത്തു. അതിന്
ജീസസ് എന്തുവാണോ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങളുടെ പുറത്ത് വിശ്വാസമുണ്ടോ, നിങ്ങളുടെ ഹീലിംഗ് പവറിൻ്റെ പുറത്ത് വിശ്വാസമുണ്ടോ, നിങ്ങളങ്ങനെ നിങ്ങൾക്ക് ഇപ്പം കണ്ണ് കാണാത്തവനെ കാഴ്ച കൊണ്ടുവരുന്ന രീതിക്ക് മാറ്റണമെങ്കിൽ അത് സാധാരണ കാര്യമല്ല. പക്ഷേ നിങ്ങൾക്കും കാണാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതാണ് ജീസസ് ആദ്യം അവരുടെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ഈ രോഗം മാറിക്കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ടോ? അങ്ങനത്തെവരെ മാത്രമേ ഞാൻ കാണത്തുള്ളൂ, അങ്ങനത്തെവർക്കേ ഞാൻ ഹീൽ ചെയ്യത്തുള്ളൂ എന്നാണ് ജീസസ് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. അതാണ് ഇപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, വിശ്വാസം രക്ഷിക്കും. വിശ്വാസം രക്ഷിക്കുമെന്ന് വെച്ചാൽ എന്തുവാ? നമ്മളുടെ മനസ്സിലുള്ള അടിച്ചുറച്ച ഒരു വിശ്വാസം, ഒരു വിചാരം, അത് നമ്മളെ കാത്തു രക്ഷിക്കും എന്നാണ് പണ്ടും ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. വേറൊരു കാര്യം, ഈ ഫെയ്ത്ത്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ ബിലീഫ്, ഫെയ്ത്ത്, ഇതിനെല്ലാം നമുക്ക് ഒരു വാക്കേ ഉള്ളൂ, വിശ്വാസം. അപ്പം നിങ്ങൾക്ക് എത്ര ദൂരം വിശ്വാസമുണ്ടോ അത്രയും ദൂരം നിങ്ങൾക്ക് അതിൻ്റെ നന്മ കിട്ടും. അപ്പോൾ ബൈബിളിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത്. അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഏറ്റ പോലെ ഇറ്റ് ഈസ് ഡൺ അൺ ടു യു. ഇറ്റ് ഈസ് ഡൺ അൺ ടു യു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 50% വിശ്വാസം ഉണ്ടെങ്കിൽ 50%മേ ക്യൂറിങ് ഉള്ളൂ. 100% വിശ്വാസം ഉണ്ടെങ്കിൽ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ആ അസുഖം മാറിക്കിട്ടും എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് ഞാൻ നേരത്തെ എവിടെ ഒരു ഇതിൽ പഠിച്ച് ഈ തോട്ട് ഫോർ ദ ഡേ ഒക്കെ ഇട്ടിരിക്കുന്നില്ല. അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ കൊച്ചിലേ ഈ തോട്ട് ഫോർ ദ ഡേ ഒക്കെ അപ്പോഴൊക്കെ ടി വിയും ഇല്ല, മൊബൈലും ഇല്ല, വാട്സപ്പും ഇല്ല, ഒന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന നല്ല നല്ല വാചകങ്ങളൊക്കെ ഞാൻ ഒരു നോട്ട് ബുക്കിൽ എഴുതും. തോട്ട് ഫോർ ദ ഡേ എന്നും പണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആ സ്വഭാവം എനിക്ക് കൊച്ചിലേ ഉണ്ട്. അപ്പം അതുപോലെ ഞാൻ ഒരു വാചകം കണ്ടതാണ്, ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ്. എന്നുവെച്ചാൽ ഇതൊക്കെ ഞാൻ കൊച്ചിലെ വായിച്ചതാണ്. വായിച്ചിട്ട് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കും. ഒന്നാമത്തെ കാര്യം, പെട്ടെന്ന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതിനെ ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്കുമ്പം എന്നെങ്കിലും ഒരു ബൾബ് കത്തും. അങ്ങനെ ഈ വാക്യത്തിനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ്. അതെന്തുവാ? മൗണ്ടൻസ് എന്ന് വെച്ചാൽ വലിയ വലിയ ഹിമാലയ പർവ്വതം. മൗണ്ടൻസ് എന്ന് വെച്ചാൽ പർവ്വതങ്ങൾ. പർവ്വതത്തിനെ ആർക്കും അനക്കാൻ ഒക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഉറച്ച വിശ്വാസം, എനിക്ക് ഈ മലയെ മാറ്റാനൊക്കും എന്നുള്ള ഒരു വിശ്വാസം, ഉറച്ച ഒരു തീർമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഫെയ്ത്ത്. ഓക്കെ, അപ്പം ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനക്കാൻ വയ്യാത്ത മലകളെ കൂടെ നിങ്ങൾക്ക് അനക്കാൻ പറ്റും, ചലിപ്പിക്കാൻ പറ്റും എന്നാണ്. അതായത് നമ്മൾ മലയെ ചലിപ്പിച്ചോ ഹിമാലയത്തിനെ ചലിപ്പിച്ചോ ഇല്ലയോ നല്ല ചോദ്യം ഇവിടെ. അത്രയ്ക്ക് ഒരു ഉറച്ച വിശ്വാസം, അതാണ് അവിടെ അടിവരയിട്ട് നോക്കേണ്ടത്. അപ്പം അതുമാത്രമല്ല, വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് എന്ന് വെച്ചാൽ എന്തുവാ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ട്രൂ, ഇറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ആസ് ട്രൂ വാട്ട് യുവർ റീസൺ ആൻഡ് സെൻസസ് ഡിനൈ. അതായത് നമുക്കൊരു ആലോചിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം അത് റീസണിങ് ബ്രെയിൻ എന്ന് പറയും. ആ റീസണിങ് ബ്രെയിൻ, റീസൺ വെച്ച് ആലോചിച്ചാൽ ഇത് നടക്കുകയില്ല, ഇപ്പോഴെങ്ങും ഇത് നടക്കാനുള്ള സാധ്യത ഇല്ല. അതേപോലെ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് കേൾക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പം ഇത്രയും നാൾ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ ഒന്നിച്ച് ചേർത്ത് അലൈൻ ചെയ്ത് നോക്കുമ്പം ഇത് നടക്കാനുള്ള സാധ്യതയേ ഇല്ല എന്ന് മനസ്സ് പറയും, അതായത് ബുദ്ധി പറയും, നമ്മുടെ ബ്രെയിൻ പറയും. പക്ഷേ നമ്മുടെ മനസ്സ് പറയും അല്ല, ഇത് നടക്കും. അതാണ് ബ്രെയിനും മനസ്സിനുമുള്ള വ്യത്യാസം. ബ്രെയിന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു, ഇതെങ്ങനെ നടക്കും? നടക്കത്തേ ഇല്ല.
എന്ന് പറയുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു വിളി, ഒരു സംസാരം കേൾക്കുന്നുണ്ട്, ഇല്ല നീ പോ, അത് നടക്കും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ നടത്തി കാണിക്കും. അതാണ് ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ് എന്നും പറയുന്നത്. ഓക്കെ, സോ എത്ര തന്നെ ഒരു സില്ലിയായിട്ടുള്ള വിചാരമാണെങ്കിലും അതിനെ സയൻറ്റിഫിക്കായിട്ട് ഒരു പ്രൂഫ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ഇന്നർ പവർ, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള ഇന്നർ പവർ മതി അതിനെ സാധിച്ചെടുക്കാൻ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് അക്കാലത്തെ മെത്തേഡിൽ നിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം. നന്ദി, നമസ്കാരം.